ഏത്? മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആരാ ഉണ്ടാക്കിയത്? പിന്നെ എങ്ങനെയാ ഉണ്ടാക്കിയത്? എപ്പോഴാ ഉണ്ടാക്കിയത്? അതും ആ തന്നെയാ ഉള്ളത്. അത് ശരിയാണോ? ആരെ കുറിച്ചാ ഉണ്ടാക്കിയത്? പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ എന്തിനാ കൂട്ടി യോജിപ്പിച്ചത്? അതും തന്നെയാണ്. ഏതായാലും ആരെ, എപ്പോൾ, എങ്ങനെ, എന്തിനു വേണ്ടി മാവേലി നാടുവാണ് ഇടുങ്കാലം എന്നുണ്ടാക്കി എന്നറിഞ്ഞൂടാ. മാവേലിയെ ചവിട്ടിത്താഴ്ത്തി എന്നാരാ പറഞ്ഞത്? ഇപ്പൊ എല്ലാവരും പറയുന്നു. മഹാഭാരതത്തിൽ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ടോ? പറയുന്നില്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? അറിഞ്ഞൂടാ. മഹാബലിക്ക് ഇത്ര കൊടവയറുണ്ടെന്ന് ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞു കൊടവയർ എഴുതി. മഹാബലിയുടെ കയ്യില് ഓലക്കൊടയാന്ന് ആരാ പറഞ്ഞത്? അതും അറിഞ്ഞൂടാ. മഹാബലിക്ക് പൂണൂലുണ്ടെന്ന് ആരാ പറഞ്ഞത്? അതും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാ ഇങ്ങനെ മഹാബലിയുടെ ഒരു രൂപം ഉണ്ടായത്? അതും അറിഞ്ഞൂടാ. അപ്പൊ എന്താ സംഭവിച്ചത്? സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ എ ഡാർക്ക് റൂം. മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞത്? സെർച്ചിങ് ഫോർ എ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ എ ഡാർക്ക് റൂം. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയില് തപ്പുന്ന മാതിരിയാണ് ഈ മഹാബലിയെ കുറിച്ചുള്ള ഈ കവിത എഴുത്തും ഈ ചരിത്ര പഠനവും. എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഭാഗവതത്തില് അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ 8-ാം ഭാഗത്തില് ഈ മഹാബലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും, മഹാബലി നല്ല ചക്രവർത്തിയാ, അങ്ങനെ ചവിട്ടിത്താഴ്ത്തിയിട്ടൊന്നുമില്ല. ആരൊക്കെയോ കെട്ടിച്ചമച്ച സവർണ മൂരാച്ചി ഫാസിസ്റ്റ് വർഗീയ പിന്തിരിപ്പൻ, പിന്നെ മരട് കുണ്ടന്നൂർ തലയോലപ്പറമ്പ് കോഴഞ്ചേരി ആക്കാൻ വേണ്ടി ഈ മഹാബലിയെ ദളിതനാക്കി, മഹാവിഷ്ണുവിനെ വരേണ്യവർഗത്തിന്റെ മൂരാച്ചിയാക്കി, അങ്ങേര് കാലെടുത്ത് ഇങ്ങേരുടെ തലയിൽ വെച്ചൊന്നാക്കി. എന്തൊക്കെയാ ആക്കിയത്? ആക്കിയത് ഈ നാട്ടിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം ആട്ടിപ്പൊളി തിരി തകൃതിയായിട്ട് നടന്നത്, അത്ര ഗംഭീരായിട്ട് നടന്നത്. ഇപ്പൊ ഓർമ്മിക്കുക, ഞാൻ തിരിച്ചതേ വിഷയത്തിലേക്ക് വരികയാണ്. അതവിടെ നിർത്തിയിട്ട്, വാൽമീകി ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ടില്ല. വാൽമീകിയെ കൊണ്ട് അങ്ങനെ ആരും പറയിപ്പിച്ചിട്ടുമില്ല. അദ്ദേഹം രാമരാമ എന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമില്ല, പറഞ്ഞില്ലെങ്കിലും നമുക്ക് വിരോധമില്ല. ഒരു കാര്യം ഉറപ്പ്, അത്യുജ്വലമായ രാമായണം ഇന്നലെ അതിപ്രഗത്ഭനായ അമേരിക്കൻ പണ്ഡിതൻ റോബർട്ട് റോഡ്രിക്സ് രാമായണം 6 വോളിയമായിട്ട് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിഗംഭീരം. അതൊന്ന് വായിച്ചു നോക്കേണ്ടതാ. സത്യത്തിൽ നല്ല ഇംഗ്ലീഷ്. ഇത്രയും കാലം ഇംഗ്ലീഷുകാര് ഭാരതീയ ഗ്രന്ഥങ്ങള് ഇംഗ്ലീഷിലേക്ക് പകർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കതിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് മതപരിവർത്തനത്തിന് വേണ്ടി സഹായിക്കുക. അതാണ് മാക്സ് മുള്ളർ ചെയ്തത്, അതാണ് ബോർഡൻ ചെയ്തത്, അതാണ് മോണിയർ ചെയ്തത്, അതാണ് വിൽസൺ ചെയ്തത്, അതാണ് മാക്ഡൊണാൾഡ് ചെയ്തത്. പക്ഷെ ഇന്നലെയും ഈ കാലയളവിൽ ചെയ്തത് അതല്ല. അപ്പൊ നമ്മളുടെ രാമായണം 24,000 ശ്ലോകം വാൽമീകിയാൽ രചിക്കപ്പെട്ടത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ ഒരു മനുഷ്യ രൂപത്തില് ഭൂമിയിൽ വന്ന് തന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, അനുജൻ, സഹോദരന്മാര്, തന്റെ പ്രജകള്, തന്റെ മന്ത്രി, ഇതെല്ലാം മുമ്പിൽ വെച്ച് ഈ ഭൂമിയില് ധർമ്മത്തോടുകൂടി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് വാൽമീകിയുടെ രാമായണത്തിലൂടെ അപ്ലൈഡ് ധർമ്മശാസ്ത്ര ആയിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുകയാണ് രാമായണം എന്ന ഇതിഹാസം. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ രാമായണം എന്നുള്ളത് എന്താ, അതിന്റെ അർത്ഥം എന്ന് ആർക്കെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. രാമായണം എന്ന വാക്കിന്റെ അർത്ഥം സിമ്പിളാണ്. ഉത്തരായണം എന്ന് കേട്ടിട്ടുണ്ടോ? സൂര്യൻ വടക്കോട്ട് പോകുന്നതാണ് ഉത്തരയാനം. ഉത്തരം വടക്ക്, യാനം പോക്ക്. ദക്ഷിണയാനം തെക്കോട്ട് ഉള്ള പ്രയാണം, ദക്ഷിണയാനം, ദക്ഷിണായനം. അപ്പൊ രാമയാനം എന്തായിരിക്കും? അത് ഉത്തരയാനം വടക്കോട്ടുള്ള പോക്ക്, ദക്ഷിണയാനം തെക്കോട്ടുള്ള പോക്ക്, രാമയാനം രാമനിലേക്കുള്ള പോക്ക്.
നമ്മൾ രാമനിലേക്ക് പോകുന്നതാണ്. രാമയാനം, രാമായണം, ഉത്തരായണം, ദക്ഷിണായനം. രാമനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാ പോകുന്നത്? രാമൻ ദുഃഖം വന്നപ്പോൾ എന്തു ചെയ്തു? കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്തു? ഭാര്യയോട് എന്തുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു? പിന്നെ എന്തുകൊണ്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി? പിന്നെ എന്തിന് തെക്കോട്ട് വന്നു? എന്തിന് ലങ്ക വരെ പോയി? എന്തുകൊണ്ട് ലങ്ക കീഴടക്കിയില്ല? എന്തുകൊണ്ട് ലങ്കയുടെ അധിപതിയായിട്ട് വിഭീഷണനെ വാഴിച്ചു? എന്തുകൊണ്ട് തിരിച്ചു വന്നു? എന്തുകൊണ്ട് സീതയോട് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞു? എന്തുകൊണ്ട് ലവകുശന്മാര് തന്റെ കൊട്ടാരത്തിൽ വന്ന് രാമായണം ചൊല്ലിച്ചു? ഈ സപ്തപദങ്ങള്, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സപ്തപദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എളുപ്പത്തിന് മനസ്സിലാക്കാം. സപ്തസ്വരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ സപ്തസ്വരം? സാമവേദത്തിലെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ്. സാമവേദത്തിലെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ് സ, രി, ഗ, മ, പ, ധ, നി. അത് സപ്തസ്വരം. ആദ്യത്തെ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം സ, രണ്ടാമത്തെ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം രി, മൂന്നാമത്തെ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം ഗ. അങ്ങനെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ് സപ്തസ്വരം. ഇനി സപ്തപദം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്ക് അറിയാൻ എളുപ്പമാണ്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. ഇതാണ് 7 വാക്കുകൾ. സപ്തപദം. അത് ഇംഗ്ലീഷിലാണ്. അത് ആരാ എഴുതിയത്? വാൽമീകി അല്ല. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. ഈ 7 വാക്കുകളാണ് നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അതിലേക്ക് അപ്ലൈ ചെയ്ത് ചോദിക്കേണ്ടത്. ശ്രീരാമൻ. വൈ ശ്രീരാമൻ? വാട്ട് ഈസ് ശ്രീരാമൻ? ഹൗ ഈസ് ശ്രീരാമൻ? ഹു ഈസ് ശ്രീരാമ? ആൻഡ് ടു whom ശ്രീരാമ had the relation? How ശ്രീരാമ behaved? ഈ വൈ, വാട്ട്, വെൻ, വെയർ, ഹു, ഹും, ഹൗ, ഇത് ശ്രീരാമനോട് അല്ലെങ്കിൽ രാമായണത്തോട് അല്ലെങ്കിൽ ഭാരതത്തോട് അല്ലെങ്കിൽ വ്യാസനോട് അല്ലെങ്കിൽ വിതുരനോട് അല്ലെങ്കിൽ ഗുഹനോട് അല്ലെങ്കിൽ ലക്ഷ്മണനോട് അല്ലെങ്കിൽ ലക്ഷ്മണനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ സാധിക്കുമ്പോഴാണ് രാമായണം ആത്മീയതയ്ക്കപ്പുറത്തുള്ള ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാവുക. അപ്പൊ രാമായണത്തില് ശ്രീരാമൻ തളരുന്ന ഒരു സ്ഥലമുണ്ട്. എപ്പോഴാ? ശ്രീരാമൻ എല്ലാ ദിവസവും ഏതാണ്ട് 11-12 വയസ്സാവുന്നത് വരെ മോർണിംഗ് വാക്കിന് പോകുമായിരുന്നു ശ്രീബുദ്ധനെ പോലെ. എപ്പോ എവിടെ ചെല്ലുമ്പോഴും രോഗം, ദുഃഖം, മരണം, അതുപോലെ തന്നെ ഒരു നിസ്സഹായാവസ്ഥ, ഇത് 4മാണ് ശ്രീരാമൻ എപ്പോഴും കണ്ടിരുന്നത്. രോഗം, ദുഃഖം, മരണം, നിസ്സഹായാവസ്ഥ, ഹെൽപ്ലെസ്നെസ്. ഇത് കണ്ട് തിരിച്ചു വരുന്ന രാമൻ എല്ലാ ദിവസവും ദുഃഖത്തിലായിരിക്കുക. ശ്രീരാമൻ ദുഃഖിതനായിരുന്നു. ഒരു ദിവസം ശ്രീരാമൻ അച്ഛൻ ദശരഥനോട് പറഞ്ഞു, എനിക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധ്യമല്ല, എനിക്ക് ഈ രാജ്യത്തിന്റെ യുവരാജ പദവിയും വേണ്ട, ഭാവിയിൽ രാജാവാകാനും ആഗ്രഹമില്ല. കാരണം ഞാൻ എന്റെ ചുറ്റും കാണുന്നത് മുഴുവനും ദുഃഖമാണ് എന്ന് ശ്രീരാമൻ ദുഃഖത്തോടുകൂടി പറഞ്ഞ് ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ തളർന്നു വീണു ശ്രീരാമൻ. അന്ന് ദശരഥൻ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു, മഹർഷേ, എന്റെ മകൻ കുലധർമ്മം അനുസരിച്ച്, ഇക്ഷ്വാകു വംശമനുസരിച്ച്, സൂര്യവംശത്തിന്റെ തിയറി അനുസരിച്ച് മൂത്ത മകനാണ് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയില് ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അവനത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അങ്ങ് അവനെ മാറ്റിയെടുക്കണം. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഓർമ്മിക്കുക. ഈ ശ്രീരാമനെ മുമ്പിലിരുത്തിയിട്ട് വസിഷ്ഠൻ 32,000 ശ്ലോകത്തിലൂടെ, രാമായണത്തിൽ 24,000 ഉള്ളൂ, 32,000 ശ്ലോകത്തിലൂടെ ജീവിത മൂല്യങ്ങൾ വിവരിക്കുന്നു. നിങ്ങൾ അതൊന്ന് വായിച്ചാൽ ഉറപ്പാണ്
നിങ്ങൾ പൊട്ടിക്കരയും. എന്താ കാരണം? ഒരക്ഷരവും മനസ്സിലാവില്ല. അത് തന്നെ, ഒരക്ഷരവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ തമാശന് പറഞ്ഞതല്ല. ഭാരതീയ വിദ്യാഭവൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 10 ആവർത്തി ഈ ഗോപാലകൃഷ്ണൻ വായിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇനി വായിച്ചാലും മനസ്സിലാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ യഥാർത്ഥത്തിൽ എന്നാലും ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ സംഭവിച്ചത്, ഈശ്വരാവതാരമായ ശ്രീരാമൻ തളർന്നപ്പോൾ മനുഷ്യനായ വസിഷ്ഠൻ ഈ അവതാരത്തെ ഉപദേശിച്ചു.